നമസ്കാരം. ഞാനാണ് സ്ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം മനുഷ്യരാശിയുടെ ഉത്ഭവം മുതൽ ഏറ്റവും അധികം ആഘോഷിക്കപ്പെട്ടിട്ടുള്ള ബന്ധങ്ങളിലൊന്നാണ്. സ്നേഹവും കരുണയും ലാളനയും ശാസനവും സൗഹൃദവും ഇതിങ്ങനെ മനോഹരമായ ഒട്ടനവധി ഭാവങ്ങൾ ആ ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ബന്ധത്തെ വർണ്ണിക്കാൻ കിട്ടുന്ന ഒരവസരവും ഒരു കലാരൂപവും നാളിതുവരെ വേണ്ട എന്ന് വച്ചിട്ടില്ല. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഈ ബന്ധത്തിനും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അമ്മമാരെ നടതള്ളുന്ന മക്കളും മക്കളെ തള്ളിപ്പറയുന്ന അമ്മമാരും ഇന്ന് വിരളമല്ല. എന്താണ് ഈ മാറ്റത്തിന് കാരണം? ഇതാണ് ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പുതിയ കാലത്തെ അമ്മമാരെയും കുഞ്ഞുങ്ങളെയും കുറിച്ച് നമ്മളോടൊപ്പം സംസാരിക്കാൻ കൂടെ ചേരുന്നത് മുൻ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറലും ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സണുമായിരുന്ന ശ്രീമതി ശോഭ കോശി. സ്വാഗതം മാഡം ഈ പരിപാടിയിലേക്ക്. പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ശ്രീമതി റോസ്മേരി. സ്വാഗതം മാഡം ഈ പരിപാടിയിലേക്ക്. ചൈൽഡ് സൈക്കോളജിസ്റ്റും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ശാന്തിനികേതൻ വിദ്യാലയത്തിൻ്റെ സ്ഥാപകയുമായ ശ്രീമതി ഡോക്ടർ നിർമ്മല. സ്വാഗതം മാഡം ഈ പരിപാടിയിലേക്ക്. ചർച്ചയിൽ ഇനി നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീമതി മീന കുരുവിള. മുൻ ബാലാവകാശ കമ്മീഷൻ അംഗമാണ്. ഇപ്പോൾ രാജഗിരി കോളേജിൻ്റെ ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ്. സ്വാഗതം മാഡം ഈ പരിപാടിയിലേക്ക്. കുട്ടികളിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു തരം ബ്രാൻഡ് ക്രേസ് ഉണ്ട്, അല്ലെങ്കിൽ പിയർ പ്രഷർ എന്ന് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇന്ന രീതിയിലുള്ള പെൻസിൽ ബോക്സ് ആണ്, അല്ലെങ്കിൽ എൻ്റെ മറ്റേ ഫ്രണ്ട് ഇന്ന രീതിയിലുള്ള ബാഗാണ് ഉപയോഗിക്കുന്നത്, അവർ കഴിഞ്ഞ സാറ്റർഡേ ഇന്ന സ്ഥലത്താണ് ഡിന്നറിന് പോയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള കുട്ടികളുടെ ആഗ്രഹങ്ങൾ അത് നിറവേറ്റാൻ മാതാപിതാക്കൾ സത്യത്തിൽ നെട്ടോട്ടം ഓടുന്ന നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് ഒരു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ ആദ്യം നമ്മളൊന്ന് നന്നാവണം. കാരണം ഇപ്പോഴത്തെ മക്കൾ എപ്പോഴും നമ്മൾ മക്കളോട് പറയും ആരും മൊബൈൽ യൂസ് ചെയ്യരുതെന്ന്. പക്ഷേ എല്ലാ മക്കളും വന്ന് നമ്മളോട് പറയാറുള്ളതാണ് അച്ഛനും അമ്മയും ഏത് സമയവും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മാറേണ്ടതായി ആദ്യം നമ്മൾ മാറിക്കഴിഞ്ഞെങ്കിലേ മക്കൾ മാറാൻ പറ്റുള്ളൂ. ആദ്യം നമ്മുടെ കുഴപ്പങ്ങൾ നമ്മൾ മാറ്റണം. അതിലൊരു പ്രധാന കാരണമാണ് ഈ മൊബൈൽ ഉപയോഗം. അച്ഛനും അമ്മയും അതിൻ്റെ സമയം ഒന്ന് നിജപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ വാട്സപ്പും ഫേസ്ബുക്കുകളിലും എല്ലാം എല്ലാവരും ചെയ്യുന്ന, നേരത്തെ മാഡം ഈ നമ്മൾ ട്രിപ്പ് പോകുന്നതിനെ പറ്റി പറഞ്ഞു. അങ്ങനെ സംഭവിക്കുന്നത് എല്ലാ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവിടെ കാണുന്നതെല്ലാം നല്ല നല്ല കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അവരുടെ വിഷമതകൾ ആരും ഒന്നും ഒരിടത്തും പോസ്റ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളെ ആരും ഉള്ളിൽ ഒതുക്കിയിട്ടാണ് അവർ നല്ലത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു കുഴപ്പം എന്തെന്ന് പറഞ്ഞിരുന്നാൽ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവരവിടെ പോയല്ലോ എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു പ്രയാസം അവർക്ക് തോന്നും. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കരുത്. യാഥാർത്ഥ്യ ബോധത്തോടെ കുഞ്ഞിനെ വളർത്തണം. അത് എങ്ങനെയാണ്? ഉദാഹരണം, കുഞ്ഞിലെ കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കെൽപ്പുണ്ടെങ്കിൽ പോലും കൊടുക്കാതിരിക്കുക. അപ്പോൾ അതിന് നമ്മൾ പറയാം, കാരണം എനിക്ക് ഇന്ന് എൻ്റെ ശമ്പളം ഇത്രയാണ് മോനെ, അപ്പോൾ അതിൽ ഇന്ന് നമുക്ക് പറ്റുന്നില്ല, നാളത്തേക്ക് അമ്മ വരുമ്പോൾ ചെയ്തു തരാം, അടുത്ത മാസത്തേക്ക്. കാരണം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുഞ്ഞിന് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മളുടെ പ്രതികരണങ്ങളിൽ കൂടിയാണ് മക്കളുടെ സ്വഭാവം രൂപപ്പെടുന്നത്. കുഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അച്ഛൻ്റെ അമ്മയുടെയും നല്ല സൈക്കോളജിസ്റ്റാണ്. ഇതൊന്നും വിലപ്പോവില്ല എന്ന് ചെറുതിലേ തന്നെ അച്ഛനമ്മമാർ കുഞ്ഞിനെ മനസ്സിലാക്കി വളർത്തണം. അതായത് നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് വഴക്ക് പറയാൻ പറ്റില്ല, സ്വാഭാവികം. നമ്മൾ കടയിൽ പോകുമ്പോൾ ഇന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതാണ്, പല സാധനങ്ങളും അവിടെ കണ്ടെന്ന് വരും. പക്ഷേ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് പറ്റുമെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞിട്ടെങ്കിലും ഒന്നും കേൾക്കാത്ത മട്ടിൽ വാവ അവിടെ നിന്ന് കരയുകയാണെങ്കിൽ കയ്യിൽ നമുക്കൊന്ന് അമർത്തി. കണ്ണാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഉച്ചത്തിൽ അലറി വിളിച്ച് നമ്മൾ സംസാരിക്കേണ്ട, ശബ്ദം താഴ്ത്തി കണ്ണ് നോക്കി ഒന്ന് പറയാം. പിന്നെ അതനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ. ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ വേറെ അത് സാധനം വാങ്ങിച്ചു കൊടുക്കരുത്. എങ്കിൽ കുഞ്ഞ് മനസ്സിലാക്കും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് അച്ഛൻ്റെയും അമ്മയും ഒന്ന് താഴ്ത്തി കിട്ടിയാൽ എനിക്കത് കാര്യം സാധിക്കുന്നു. അതാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞത്, ഈ എല്ലാ സ്ഥലങ്ങളിലും പോകാൻ നമുക്ക് ആഗ്രഹമുണ്ട്. മക്കൾ പഠിച്ച് വളർന്ന് മക്കൾ തന്നെ അതിനുള്ള വഴി ഒരുക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ ചിന്ത എങ്ങനെയാണ് കൊണ്ടുവരുത്തേണ്ടത്? ഇപ്പോൾ ഒരു ഉല്ലാസയാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ അവധിക്കാലം പറഞ്ഞു. അപ്പോൾ നമ്മൾ അവധിക്കാലം എന്ന് പറയുന്നത് 12 മാസം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കാറാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് സർവീസ് ചെയ്യും ഇല്ലേ? അതുപോലെ നമ്മളെല്ലാം ഒരു യന്ത്രം പോലെ ഓടുന്ന മനുഷ്യരാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും എല്ലാം ഇടയ്ക്ക് ഒരു ചേഞ്ച് വേണം. അപ്പോൾ നമ്മൾ കുറച്ച് സമയത്ത് അപ്പോൾ അവിടെ ഏതൊക്കെ സ്ഥലത്ത് പോകാം, മക്കൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ മക്കൾ കൊണ്ടുവരാൻ പറയുക, അതിൻ്റെ യാത്രാ ചെലവ് കണ്ടുപിടിച്ച് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് പറ്റുന്നതാണോ ഇല്ലയോ അങ്ങനെയെല്ലാം പൊതുവായ ചർച്ചയിലൂടെ പറയാം.